വലത്തോട്ട് തിരിക്കടാ, വലത്തോട്ട് തിരിക്കടാ. വലത്തോട്ടാണ് തിരിക്കണം. നീ ഒന്ന് കറക്റ്റ് പറ. വലത്തോട്ടെന്ന് പറയാം, വലത്തോട്ടല്ലേ തിരിക്കണേ? നീ പതിയെ തിരിക്കുന്നില്ല. ഇത് വെറുതെ ആവശ്യമില്ല. അനക്കല്ലേ അനക്കല്ലേ അനക്കല്ലേ. അങ്ങനെ പിടിച്ചോ, അങ്ങനെ പിടിച്ചോ. കേരളത്തിന്റെ നിരന്തര ആവശ്യപ്രകാരം വരൾച്ചയെ പറ്റി പഠിക്കാനെത്തിയ കേന്ദ്ര സംഘം കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി. ഇപ്പോൾ കിട്ടിയ വാർത്ത, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും റഷ്യൻ പ്രധാനമന്ത്രിയും ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. നീ എന്തിനാ അനക്കിയത്? ഞാൻ എങ്ങനെ പിടിക്കണം? നീ ഒന്ന് പറ. നീ വന്ന് പിടിക്കും. എനിക്കിത് കാണും. പിന്നെ അപ്പൊ എനിക്ക് കാണണ്ടേ? എടാ നീ അവിടെ നിന്ന് കറക്റ്റ് പിടി. അങ്ങനെ പിടിച്ചു. നടന്ന കത്തിക്കുത്തിൽ ഇരുവരും തൽക്ഷണം മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം പവന് 1136 രൂപ, വെള്ളി 14 രൂപ. സ്വർണത്തിന് വീണ്ടും വില ഓടിയാട്ടാ. എങ്ങനെ കെട്ടിച്ചു വിടുവോ എന്തോ. നടൻ വരണടാ. നാടകം ശൂരനാട് സോമം വരണം. ഇന്നലെ എവിടെയാണെന്തോ നാടകം. ഇവനൊക്കെ ഇത് എന്താ കാണാൻ? എഴുന്നിട്ട് പോയില്ല. ചുമ്മാ വായി നോക്കിയിരിക്കുക ഇവിടെ. കഷ്ടം. ഇന്നലെ എവിടെയായിരുന്നു പരിപാടി? എവിടെയായിരുന്നു ഇന്നലെ? 2 നാടകമായിരുന്നു കേട്ടോ. ആദ്യം നാടകം നടന്നു, ആന പുരണ്ടു, നടന്നില്ല. രണ്ടാമത്തെ നാടകം കോരിച്ചൊരിയുന്ന മഴ, അവിടെയും നാടകം നടന്നില്ല. അപ്പൊ ഇന്നലെ രക്ഷപ്പെട്ടു. അതാടാ സോമനെ, നീ കളിയാക്കുവാണോ? എടാ പള്ളിപ്പാടാണെന്ന് മെനിഞ്ഞാൻ നടന്ന സ്റ്റേജില് ഞാൻ ഹൃദയം പൊട്ടിക്കറിയുന്ന ഒരു സീനുണ്ടായിരുന്നു. അത് 2 പേരും വന്നൊന്ന് കാണണമായിരുന്നു. എന്റെ സഹപ്രവർത്തകർ മുഴുവൻ പറഞ്ഞു, സോമ കരച്ചിൽ നിർത്ത്. ഞാൻ നിർത്തിയില്ല. ഓഡിയൻസ് മൊത്തം എഴുന്നിട്ട് പറഞ്ഞു, കരച്ചിൽ നിർത്തണ സോമ. നിർത്തിയില്ല. അവസാനം ക്ഷേത്രത്തിന്റെ കമ്പറ്റിക്കാരും മൊത്തം ആൾക്കാരും വന്നിട്ട് എന്റെ കാൽക്ക വന്ന് വീണിട്ട് പറഞ്ഞു, സോമ അമ്മാതെ നിർത്ത. അവിടെ നിർത്തിയില്ല. അവസാനം അമ്പലത്തിൽ തിരുമേനി വന്ന് കയ്യിലെ കെട്ടയച്ചു വിട്ടപ്പോഴാണ് കരച്ചിൽ നിർത്തിയത്. ഒരു നാടകരുടെ നീ കളിയാക്കുവാണോ? ഞാൻ ഉള്ള കാര്യം പറഞ്ഞാലേ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിന്റെ അടുത്തൊരു ക്ലബ്ബിൽ പരിപാടി ഉണ്ടായില്ലേ? ക്ലബ്ബ് മാറമ്പള്ളിയിൽ. എന്റെ പൊന്നാ നാടകം കണ്ടില്ലേ? ഫുൾ ഡയലോഗ് തെറ്റായിരുന്നു. ഫുൾ ഡയലോഗ്. എടാ നാടകത്തിന്റെ പേര് നീ ശ്രദ്ധിച്ചായിരുന്നു? ഇല്ല. എന്തായിരുന്നു പേര്? അറിയില്ല. അക്ഷരത്തെറ്റ്. അപ്പൊ തെറ്റും. അങ്ങനെ കേട്ടോ ഡയലോഗ്. പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അനൗൺസ്മെന്റ് വരെ തെറ്റണ ഒരു നാടകം കാണുന്നത്. നമ്മുടെ ഈ വായനശാലയുടെ ഫ്രണ്ടിലെ നിങ്ങളെ ഞാൻ പ്രാന്തൻ എന്ന് പറഞ്ഞൊരു നാടകത്തിന്റെ പോസ്റ്റർ കൊണ്ടുവന്ന് ഒട്ടിച്ചില്ലായിരുന്നു? ആ നാടകം പിന്നെ എന്തോന്നായണ? ഇല്ലടാ, അതെ 1 മാസത്തെ ക്യാമ്പായിരുന്നു നാടകം. പക്ഷേ ഒറ്റ ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞപ്പോഴേ ഈ പ്രൊഡ്യൂസറിന് ഭ്രാന്തായി പോയി. അങ്ങനെ നാടകം നീ പോയത് തിരികെ വാർത്ത കാണാൻ. നേരെ തിരിക്കണം. തിരിക്കാൻ തിരിച്ചോണ്ട് പോര്. പറ കറക്റ്റ് ആയിട്ടുള്ളത് കാണാനില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന ശൂരനാട് സോമൻ എന്ന സുന്ദരനും സുമുഖനും കുടുംബസ്നേഹിയുമായ യുവാവിനെ കാണാനില്ല. കാണാതാകുമ്പോൾ കറുത്ത പാന്റും കളകളം ഷർട്ടുമായിരുന്നു വേഷം. നിങ്ങളല്ലേ ഇത്? അത് ഞാനാ. നിനക്കറിയോ, എന്റെ കൂടെ നാടകം കളിക്കുന്ന സകലമാന ആൾക്കാരും സിനിമയിൽ കയറി. എനിക്ക് ടിവിക്കത്തെങ്കിലും കയറണ്ടേ, അതുകൊണ്ട് ഞാൻ കൊടുത്തതാ. എന്താ സിനിമയെ കയറാനുള്ള എളുപ്പ വഴി മിമിക്രിയാണ്. അതെ, ആണോ? കലാഭവനിൽ മിമിക്രി കളിച്ചു കിടന്ന പെരുമ്പാവൂരുകാരൻ പയ്യൻ ജയറാം ഇപ്പൊ സിനിമയെ കയറി. ആണോ? അപ്പോൾ മിമിക്രി കയറിയാൽ സിനിമയിൽ കയറാം.